ജിമ്മിൽ പോകാനും വർക്കൗട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹെൽത്ത് നോക്കാനും ഫിറ്റ്നസ് ശ്രദ്ധിക്കാനും. പക്ഷേ പോകാനുള്ള മോട്ടിവേഷൻ ഇല്ല. എങ്ങനെ ഈ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കും എന്ന് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എങ്ങനെ ജിമ്മിൽ റെഗുലറായിട്ട് പോകാൻ പറ്റും? എങ്ങനെയാണ് ഇത്രയും കൺസിസ്റ്റൻ്റ് ആവാനായിട്ട് സാധിക്കുക? അല്ലെങ്കിൽ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും, എന്നെ കുറച്ച് ചീത്ത പറയും, ഞാൻ നന്നാവട്ടെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ടിപ്സ് തായോ ജിമ്മിലേക്ക് പോകാനായിട്ട്. ഇതും പറഞ്ഞിട്ട് ഒരുപാട് പേര് അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ഓഫ് പീപ്പിളാണ് ഇങ്ങനെ മോട്ടിവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾ. വർഷങ്ങളായിട്ട് ജിമ്മിൽ പോകുന്നവരായിരിക്കും. അവരുടെ വർക്കൗട്ട് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ 2-3 വർഷമായിട്ട് ജിമ്മിൽ പോകുന്നവരായിരിക്കും. പക്ഷേ കൺസിസ്റ്റൻ്റ് അല്ല, റെഗുലർ അല്ല. അവരുടെ വർക്കൗട്ടിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കില്ല. എപ്പോഴും അവർക്കൊരു ബ്രേക്ക് വരും. ഒരു 2 വീക്സ് പോയി കഴിഞ്ഞാൽ ഒരു 2 മന്ത് ബ്രേക്ക്, അല്ലെങ്കിൽ ഒരു 1 മന്ത് പോയി കഴിഞ്ഞാൽ ഒരു 3 മന്ത് ബ്രേക്ക്. കുഞ്ഞുമ്മയുടെ മോളുടെ കല്യാണം വന്നു, 2 മാസം കാണാനില്ല. ഹോസ്പിറ്റൽ കേസ്, 2 മന്ത്സ് അവർ മിസ്സിങ് ആയിരിക്കും. ഒരു തായ്ലൻഡ് ട്രിപ്പ് ഒരു ആഴ്ച ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ പിന്നെ അവർ ജിമ്മിലേക്ക് വരുന്നത് 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ജിമ്മിലേക്ക് ഇന്ന് വരെ കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ജിമ്മിലേക്കുള്ള പ്ലാനിങ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടായിരിക്കും. 6 വർഷമായിട്ട് ജിമ്മിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കും, ജിമ്മിലെ ഫീസ് എത്രയാണ്, ജിമ്മിലെ ടൈം എപ്പോഴാണ്, ഞാൻ വരട്ടെ, ഞാൻ എന്താ വരാൻ പോകുന്നു, ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു, അടുത്ത തിങ്കളാഴ്ച തൊട്ട്, അടുത്ത 1-ാം തീയതി തൊട്ട്. ഒരു ട്രെയിനറും നിങ്ങളോട് ശനിയാഴ്ച വരണ്ടെന്ന് പറയില്ല. നിങ്ങൾ ഏത് പാതിരാത്രി വിളിച്ച് ഫീസ് കൊടുത്തു കഴിഞ്ഞാലും അവർ മേടിച്ച് വെക്കും. അല്ലെങ്കിൽ 1-ാം തീയതി ആവട്ടെ, തിങ്കളാഴ്ച ആവട്ടെ എന്ന് ജോയിൻ ചെയ്താൽ മതി എന്ന് ഒരാളും പറയില്ല. തിങ്കളാഴ്ച 1-ാം തീയതി ഈ തീയതികളൊക്കെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിലെ മടിയാണ്. മടിയന്മാരുടെ പ്രിയപ്പെട്ട 2 വാക്കുകളാണ് തിങ്കളാഴ്ചയും 1-ാം തീയതി. സോ ഈ 2 കാറ്റഗറി ഓഫ് ആൾക്കാരോടും പറയാനുള്ളത്, ജിമ്മിൽ പോകുന്നുണ്ട് പക്ഷേ സ്ഥിരമല്ല, അല്ലെങ്കിൽ ജിമ്മിൽ പോകാനായിട്ട് വർഷങ്ങളായിട്ട് തയ്യാറെടുക്കുന്നു. ഈ 2 കൂട്ടരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പാരൻ്റ് ആണെന്ന് വിചാരിക്കുക. മോസ്റ്റ്ലി പാരൻസാണ് ഇത്തരം ആൾക്കാർ. ഇപ്പോൾ പൊതുവെ ടീനേജേഴ്സിനോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനോ ജിമ്മിൽ വരാനായിട്ട് മടി കാണാറില്ല. ലൈക്ക് ഒരു 30+, 40+ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ജിമ്മിൽ പോകാനായിട്ട് ആദ്യമായിട്ടുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട്, അത് മാറ്റിയെടുക്കണം, വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വരാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവരോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്യൂമിങ് ദാറ്റ് യു ആർ എ പാരൻറ്റ്, നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകൻ ഒരു സ്കൂളിൽ പഠിക്കുന്നു. ഓക്കെ, 3 മണിക്കാണ് സ്കൂൾ വിടുക. ആൻഡ് യു ആർ ദ വൺ ഹു ഇസ് സപ്പോസ് ടു പിക്ക് ഹിം ഓർ ഹെർ എവറി ഡേ ഫ്രം സ്കൂൾ. ഓക്കെ, നിങ്ങളാണ് നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യേണ്ടത്. വേറെ ആരും പിക്ക് ചെയ്യാനായിട്ടില്ല നിങ്ങളുടെ വീട്ടിൽ. ഓക്കെ, ഒരു 2 ദിവസം നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ പിക്ക് ചെയ്തിട്ട് 3-ാമത്തെ ദിവസം, ഇന്ന് എനിക്കൊരു മൂഡില്ല, ഇന്ന് ഞാൻ പോകുന്നില്ല പറയുമോ? അല്ലെങ്കിൽ ഇന്ന് ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല, ഉറക്കം മതിയായിട്ടില്ല, ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല മോനെ പിക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇന്ന് എനിക്കൊരു മോട്ടിവേഷൻ ഇല്ല, ഇന്ന് എനിക്കൊരു ഇൻസ്പിറേഷൻ ഇല്ല, ഇന്ന് ഞാൻ ഭയങ്കര തിരക്കിലാണ്. ഇങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസ് നിങ്ങൾ പറയുമോ? 3 മണി എന്നൊരു ടൈം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ കൊന്നിട്ടായാലും നിങ്ങൾ സ്കൂളിലെത്തിയിരിക്കും, നിങ്ങളുടെ മകനെ അല്ലെങ്കിൽ മകളെ പിക്ക് ചെയ്തിരിക്കും. ശരിയല്ലേ? നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി കാത്തിരിക്കാറുണ്ടോ? നിങ്ങൾ ഇൻസ്പിറേഷന് വേണ്ടിയിട്ട്, ഇൻസ്പിറേഷൻ്റെ കാറ്റ് വന്നടിക്കാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ആ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്? ഇത്രത്തോളം പങ്ക്ച്വലായിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് എവറി സിംഗിൾ ഡേ നിങ്ങൾ എങ്ങനെയാണ് അഗെയിൻ ആൻഡ് അഗെയിൻ നിങ്ങൾ ആ ഒരു ഡ്യൂട്ടി നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങളൊരു കടമ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്? അല്ല, നിങ്ങളതൊരു ഒരു ടാസ്ക്കായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണോ കാണുന്നത്? അല്ലെങ്കിൽ നിങ്ങളത് മനസ്സോടെ ഹാഫ് ഹാർട്ടഡ് ആയിട്ട്, ഹാഫ് മൈൻഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്? അല്ല, യു ആർ ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് ലവ് ഫോർ യുവർ കിഡ്. നിങ്ങളുടെ കുട്ടികളുടെ സ്നേഹത്തിന് പുറത്ത്, ആ ഒരു സ്നേഹത്തിന് മുന്നിൽ നിങ്ങൾക്കൊരു തടസ്സവും പ്രശ്നമില്ല. തടസ്സങ്ങൾ വന്നാൽ തന്നെ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അത് മറികടക്കണം, ഓബ്സ്റ്റാക്കിൾസിനെ എങ്ങനെ മറികടന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ കാര്യം എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്കറിയാം. എന്ത് തടസ്സം വന്നാലും ആ തടസ്സം മറികടക്കാനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തും. ശരിയല്ലേ? നൗ ഷോ ദ സെയിം കൈൻഡ് ഓഫ് ലവ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു 10% ലവ് ഷോ ഇറ്റ് ടുവേർഡ്സ് യുവർ സെൽഫ്. നിങ്ങളുടെ ശരീരത്തിനോട്, നിങ്ങളുടെ ബോഡിയോട് ആ സെയിം കൈൻഡ് ഓഫ് ലവ് കാണിക്കുക. നിങ്ങളെങ്ങനെ നിങ്ങളുടെ കുട്ടിയെ സ്നേഹിക്കുന്നോ അതുപോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശം നിങ്ങളുടെ ശരീരത്തോട് കാണിച്ചാൽ മതി. അന്നേരം ജിമ്മിൽ പോകാനുള്ള മോട്ടിവേഷനെല്ലാം തന്നെ വന്നോളൂ. വേറെ ചില ആൾക്കാർ പറയും, എനിക്ക് തന്നെ ഇഷ്ടമല്ല, ഐ ഡോണ്ട് ലൈക്ക് മൈസെൽഫ്, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികൾക്ക് വേണ്ടി ഞാൻ മരിക്കും, പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് മടിയാണ്. ഓക്കെ, ഫൈൻ. നിങ്ങളുടെ കുട്ടി ഹെൽത്തി ആയിട്ടിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ? ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും. നിങ്ങളുടെ കുട്ടി ഹെൽത്തി ആയിട്ട് വളരണം, അല്ലെങ്കിൽ വലുതാവുമ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നല്ല നിങ്ങൾ ആഗ്രഹിക്കും. അതിന് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കലോ, അവർ എക്സസൈസ് ചെയ്യിക്കലോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുക, അതെല്ലാം സെക്കൻഡറിയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത്, യു ഷുഡ് സെറ്റ് ആൻ എക്സാമ്പിൾ ബൈ യുവർ സെൽഫ്. നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോഴേ നിങ്ങളുടെ കുട്ടി ഹെൽത്തി ആയിട്ടിരിക്കും. കാരണം അവർ നിങ്ങളെയാണ്, ദേ ലുക്ക് അപ്പ് ടു യു. നിങ്ങൾ രാവിലെ എണീറ്റ് എന്താ ചെയ്യുന്നത്? നിങ്ങൾ പൊതിച്ചു മൂടിക്കെടുക്കുകയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ രാത്രി ജോലി കഴിഞ്ഞ് വന്ന് ടി വിയും കണ്ട് ചുമ്മാ കൗച്ചിൽ പൊട്ടാറ്റോ ചിപ്സും കഴിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്? ദേ വിൽ ഡു ദ സെയിം തിങ് വെൻ ദേ ഗ്രോ അപ്പ്.
നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആളാണ്. നിങ്ങൾ ജിമ്മിൽ പോകുമ്പോൾ ടേക്ക് യുവർ കിഡ് വിത്ത് യു. അവർ കാണട്ടെ, ജിമ്മ് കാണട്ടെ, നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത് കാണട്ടെ. അന്നേരം നമ്മൾ അവരെ ഒരു ഉപദേശം ചെയ്യേണ്ടി വരില്ല. അവരും when they grow up അല്ലെങ്കിൽ അവർ ഒരു ടീനേജിലേക്ക് വരുമ്പോൾ they will start picking up dumbbells അല്ലെങ്കിൽ doing push-ups. നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഉപദേശിക്കാൻ പറ്റുമോ, മോനെ സ്മോക്ക് ചെയ്യരുത്, നിങ്ങൾ ആൽക്കഹോൾ കഴിച്ചുകൊണ്ട് മക്കളെ കള്ളൊന്നും കുടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആൻഡ് ലാസ്റ്റ് തിങ്, നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാല നിങ്ങളുടെ മക്കൾക്ക് ഫ്യൂച്ചറുള്ളൂ. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഓടിച്ചാടി നടന്ന് സ്ട്രഗിൾ ചെയ്ത് 40-50 വയസ്സിൽ ഹെൽത്ത് ഒന്നും ശ്രദ്ധിക്കാതെ പടമായി ഭിത്തിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പം ഈ പെർഫെക്റ്റ് മൊമെൻറ്റിനോ അല്ലെങ്കിൽ റൈറ്റ് ഒക്കേഷനോ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിക്കുക. എന്നിട്ട് ഗോ ടു എ ജിം ആൻഡ് സ്റ്റാർട്ട് ലിഫ്റ്റിംഗ് വെയ്റ്റ്സ്. ഹോപ്പ് ദിസ് ഹെൽപ്സ്.